മലപ്പുറം അരീക്കോട് ചെമ്രക്കാട്ടൂരിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. ചെമ്രക്കാട്ടൂർ IT സ്വദേശി അബ്ദുറഹ്മാന്റെ വീടാണ് തകർന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, എപ്പോഴാണ് ഈ സംഭവം? വീട്ടിൽ ആളുണ്ടായിരുന്നു ആ സമയത്ത്? കൂടുതൽ വിവരങ്ങൾ. അനുജ, ഇന്നലെ മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മലപ്പുറം അരീക്കാട് ചെമ്രക്കാട്ടൂർ IT സ്വദേശിയായിട്ടുള്ള അബ്ദുറഹ്മാന്റെ വീടിന് ഇടിമിന്നലേറ്റത്. അതൊരു ഇരുനില വീടാണ്. ആ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ ഇരുനില വീടിന്റെ താഴത്തെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയായിരുന്നു. ഈ വീടിന്റെ രണ്ടാം നിലയിലെ ഒരു മുറിയിലാണ് ഇടിമിന്നലേറ്റത്. ആ മുറിയിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. വാതിലും ജനലും ഒക്കെ തകർന്നു. ഇന്റീരിയറുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. സ്വിച്ച് ബോർഡുകൾ, ഇലക്ട്രിക് വയറിംഗ് ഒക്കെ പൂർണ്ണമായും തകർന്നൊരു സ്ഥിതിയിലാണുള്ളത്. വലിയ നാശനഷ്ടം എന്തായാലും ഉണ്ടായി. പക്ഷേ ആ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് വീട്ടുകാരൊക്കെ വീടിന്റെ താഴത്തെ നിലയിലായിരുന്നാൽ തന്നെ ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ഇടിമിന്നലേറ്റുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയൊക്കെ കർശനമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കുമായിരിക്കും ഈ മഴയൊക്കെ വരുന്നത്. രാവിലെ ഉച്ചവരെയൊക്കെ വെയിലുള്ള കാലാവസ്ഥയും ഉച്ചയ്ക്ക് ശേഷം ഒരു അന്തരീക്ഷം മാറുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഇടിമിന്നൽ ഉണ്ടാവുകയും ഒരു വീടിന്റെ മുറി പൂർണ്ണമായും തകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.